അങ്ങനെ നമ്മൾ മേളിൽ നിന്ന് താഴെ ഇറങ്ങി വന്നു. ശിവൻ്റെ മഹാദേവ ആയിട്ട് അവിടെ നിന്ന് നമ്മൾ താഴെ വന്നു. താഴെ വന്നപ്പോഴത്തേക്ക് ഇവിടെ സോലാമയിൽ ഇവിടെയാണ് പാരാഗ്ലൈഡിങ് നടക്കുന്ന സ്ഥലം. അപ്പോൾ ഓൾറെഡി ഞാൻ രണ്ടോട്ടം വന്നപ്പോഴത്തേക്ക് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇവിടെ, ഇവിടുത്തുകാരനായിരുന്നു. അപ്പോൾ അവനെ വിളിച്ചു പറഞ്ഞു കുഴപ്പമില്ല, ഇപ്പം ക്ലൈമറ്റ് അത്ര ശരിയല്ല, കാറ്റ് കറക്റ്റ് അല്ലാത്തത് കൊണ്ട് ഒരുപാട് ഹൈറ്റിൽ നിന്ന്, അതായത് ടോപ്പിൽ നിന്ന് വരാൻ പറ്റില്ല, ജസ്റ്റ് താഴ്ന്നത്, അതായത് ഒരു 3000 റേഞ്ചിലാണ്, 3000 എമൗണ്ടിൽ ആണ് ഫ്ലൈ ചെയ്യുന്നത്. അപ്പം അവർ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരാണ്ടാൻ പറഞ്ഞു പൈസ ഒന്നും തരണ്ട, നീ ജസ്റ്റ് വന്നു എന്ന് പറഞ്ഞു. ആദ്യമേ അവൾ കയറാൻ പോകാൻ ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അവൾ കയറിയതിന് ശേഷം ഞാൻ ചിലപ്പോൾ കയറും. ഞാൻ ഒരിടം കയറിയതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല, അവളെന്തായാലും കയറി നോക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, അവളുടെ ഫ്ലൈ നോക്കാം. ഇതാണ് പാരാഗ്ലൈഡിങ് നടക്കുന്ന സ്ഥലം, സോലാമയിൽ. കേട്ടോ, അപ്പോൾ അവൾ തോന്നുന്നു എയർപോർട്ട് കയറി പോയിട്ടുണ്ട്. അപ്പോൾ ക്ലൈമറ്റ് നല്ലതല്ലെന്നാണ് പറയുന്നത് ഫ്ലൈ ചെയ്യാനുള്ള. സീസൺ ആയതുകൊണ്ട് കേട്ടോ, അല്ലാത്ത സമയത്ത് ഓഫ് സീസൺ ആകുമ്പോഴത്തേക്ക് ഇവിടെ അത്യാവശ്യം നല്ല ഈ പാരച്യൂട്ട് ഇഷ്ടംപോലെ പറഞ്ഞു. അപ്പോൾ ഐസ് ആയതുകൊണ്ടും അതുകൊണ്ട് തന്നെ കാറ്റ് അവിടെ ആ ബിൽഡിങ്ങിന് മുകളിൽ കണ്ടോ, അവിടെ ആണെങ്കിൽ കാറ്റിന് ദിശ അത് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് കൂടുതൽ ഫ്ലൈ മേളിൽ നിന്ന് ആ ടോപ്പിൽ നിന്ന് ചെയ്യാത്തത്. അപ്പോൾ താഴെ നിന്നാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ വരുന്നതാണ് നമ്മുടെ ഫ്രണ്ട്, ഇത് നമ്മുടെ ഫ്രണ്ട്, അവനാണ് നമ്മളെ ചെയ്യാൻ വന്ന ഫ്ലൈ. ഐസ് അങ്ങനത്തെ അവൻ പോയിട്ടുണ്ട്, അവളും പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് അവൾ ഫ്ലൈ ചെയ്യാൻ പോയാണ്, നമുക്ക് നോക്കാം. അതെ, നമ്മളുടെ ഫ്രണ്ട് ഇതേ ആ കാണുന്ന മേളിൽ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നോ പ്രോബ്ലം, ലാൻഡ് ചെയ്തിട്ടേ വേണ്ട, ഇതേപോലൊക്കെ പോകാം നമുക്ക് പറഞ്ഞു. ഐസ് അങ്ങനെ നടന്ന് നമ്മളൊരു വിധത്തിൽ ഒക്കെ ഏറ്റവും ടോപ്പ് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ചാടാൻ പോകുന്നത്. നമ്മൾ കണ്ടോ, അവിടെ നിന്നാണ് ചാടാൻ പോകുന്നത്. അവിടെ ടയർഡായിട്ടിരിക്കുന്നുണ്ട്, കയറ്റം കയറി നിന്നപ്പോൾ ടയർഡായി. വാ കയറും. അവിടെ നിന്നാണ് ചാടാൻ പോകുന്നത്. അവിടെ പാരച്യൂട്ടൊക്കെ റെഡിയാക്കി വെച്ചേക്കുക. ഇവിടെ നിന്നാണ് പാരച്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതേപോലൊക്കെ എല്ലാവരും ഇങ്ങനെ കാറ്റിൻ്റെ ദിശ നോക്കിയിരിക്കുകയാണ്. കാറ്റിൻ്റെ ദിശ കറക്റ്റാകുമ്പോൾ ഇത് നമ്മളുടെ പൈലറ്റാണ്, ഇതേപോലെ നമ്മുടെ ചങ്കാണ്. എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയുണ്ടോ, 1 by 1 ആയിട്ട്. കാറ്റ് കറക്റ്റായി കഴിഞ്ഞാൽ ഒറ്റച്ചാട്ടം. അത് വേറൊരാൾ പോയി കഴിഞ്ഞു. കണ്ടോ, അവിടെ പോയി ഫ്ലോപ്പായി പോയി. ഇനി അടുത്താണ് നോക്കാൻ എന്താവുന്നത്. ആ വിധത്തിൽ ഞാനിങ്ങനെ ഓടിക്കറി നേരെ പാരച്യൂട്ടെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടുന്ന് നേരെ ഫ്ലൈ ചെയ്യുമ്പോൾ ആദ്യം പോയ ആള് ഫ്ലോപ്പായി ആളെ കിടപ്പുണ്ട്. ഇനി അവള് രണ്ടാമതാണ് പോകുന്നത് കേട്ടോ. അതുപോലെ അങ്ങനത്തെ അവിടെ പറക്കാൻ പോവുകയാണ്. പറക്കുകയാണ്, അവിടെ പറക്കുകയാണ്.
ഗൈസ് അങ്ങനെ അവളെ പറഞ്ഞ് നേരെ താഴെ പോയി. ഇനി അവളെ തപ്പി പിടിക്കാൻ വേണ്ടി ഞാൻ താഴത്ത് പോകട്ടോ. അല്ല ഉള്ളു സോയ രസമില്ല. അവിടുന്ന് ആ കയറിപ്പോയ ഭാഗത്ത് പോകാനെ കൊണ്ട് ഭയങ്കര സ്കിഡാ. ഇതേ കുറേ പാരഷൂട്ടിൽ പോകുന്നുണ്ടോ. അപ്പോൾ നമുക്ക് നേരെ അവിടെ പോയിട്ട് അവളുടെ എക്സ്പീരിയൻസ് കണ്ടോ നോക്കട്ടെ. എങ്ങോട്ട് വാ. ഞങ്ങൾ വെളിയിൽ നിന്ന് നടന്നിങ്ങെത്തി. നമ്മളുടെ പാരഷൂട്ടായി കിടന്ന് വടക്കൊണ്ടിരിക്കുന്നത്. അതെ അവരുടെ ടീമാണ് ഈ നിലയിൽ എന്ന് പറഞ്ഞാൽ അതേ ഇരിക്കുന്നത് നമ്മുടെ പൈലറ്റും അവളുടെ അങ്ങനെ അത് നമ്മുടെ ഫ്രണ്ട് ഇവനാണ്. അവനെ ഇന്നും പറ്റിരിക്കുകയാണ് ജാക്കറ്റ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ പാരാഗ്ലൈഡിങ് ചെയ്യുന്നത്. എന്തായാലും അടിപൊളി. ഇത് നമ്മുടെ ഫ്രണ്ട് അഭിഷേക് നമ്മുടെ ഫ്രണ്ട്. അവൻ്റെ ഫ്രണ്ട്സാണ് അവരിങ്ങനെ. നമ്മൾ പാരാഗ്ലൈഡ് ചെയ്തത് അവിടെ നിന്നാണ് വന്നത്. അപ്പോൾ ഈ ഒരു എന്താ വിൻഡ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഹൈറ്റ് ചെയ്ത് വന്നത്. കണ്ടോ അതേ വരുന്നുണ്ടോ. അവിടുന്ന് പാരാഗ്ലൈഡൊക്കെ ചെയ്ത് നമ്മളിതേ ഇവിടെ വന്നു. ഇവിടുന്ന് മേലെ എപ്പോഴും കയറാൻ പറ്റും കേട്ടോ. നമ്മളുടെ ഫോട്ടോ എടുത്തോളൂ. ഫോട്ടോ നോക്കാൻ വേണ്ടിയാണ്. പുള്ളിക്കാരൻ ഫോട്ടോ കോപ്പി തരാൻ പറഞ്ഞു കേട്ടോ. നമ്മുടെ കൂട്ടുകാരനായണ്ടേ ഫുള്ള് ഫോട്ടോ നമ്മളെടുത്ത് അവള് പാരഷൂട്ട് ചാടിയില്ലേ അതന്നെ കോപ്പി തരാമെന്ന് പറഞ്ഞു. അഭിഷേക് നമ്മുടെ ഫ്രണ്ട് ആയതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും കൺസിഡറേഷൻ ഉണ്ട്. എല്ലാം ഫ്രീ ആണ് കേട്ടോ. പക്ഷേ ബ്രോ നമ്മുടെ ഫ്രണ്ട് ആയതുകൊണ്ട് അതിൻ്റെ ആ ഫോട്ടോയ്ക്ക് തന്നെ 300-400 രൂപ വാങ്ങിക്കുന്നത്. അതുപോലും വാങ്ങിച്ചിട്ടില്ല. അതുപോലെ നമുക്ക് എല്ലാ ബ്രോ. അപ്പോൾ അതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ടാണ് കേട്ടോ. കാരണം അതാണ് നമ്മൾ എവിടെ പോയാലും നമ്മൾ കോൺടാക്ട് ചെയ്താണ്ടല്ലോ നമ്മളവിടത്തിൽ പരിചയപ്പെട്ടത് നമുക്ക് എവിടെയാലും എപ്പോഴാലും ഉപകാരം. കാരണം ഇപ്പോൾ ഈ പുള്ളിക്കാരനെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞാൻ പാപ്പിൻ്റെ ഹാസെല്ലാം വന്ന സമയത്ത് പരിചയപ്പെട്ടതാണ്. അന്ന് അവരിങ്ങനെ ബിയർ കഴിച്ച് സെറ്റാക്കി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര കമ്പനിയായി. അന്ന് മാഹിനൊക്കെ കേട്ടോ. ഞങ്ങളുടെ അടിച്ചുപൊളി കമ്പനി ആയിട്ടിരുന്ന സമയത്ത് പറഞ്ഞു ഇനി എപ്പോൾ വന്നാലും വിളിച്ചാൽ മതി, ഫ്രീ ആയിട്ട് എടുത്തുതരാം, കുഴപ്പമില്ല, വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിത് ഈ പ്രാവശ്യം വന്നപ്പോൾ ഇപ്പോൾ വിളിച്ചതാണ്. അങ്ങനെ സെറ്റായി. പുള്ളിക്കാരൻ നല്ല സെറ്റ്.